ഹായ് ഹലോ വെൽക്കം ടു അറിവാല ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ജലം എന്ന ടോപ്പിക്കിന്റെ പാർട്ട് 3 ആണ് ഈ വീഡിയോ. ഇതിന്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ജലത്തിന്റെ പ്രത്യേകതകളും അതുപോലെ സ്വഭാവ സവിശേഷതകളൊക്കെയാണ് കാര്യമായിട്ടും ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ ജലം എന്ന ടോപ്പിക് റിലേറ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഘനജലം, അതുപോലെ കഠിനജലം, ജലവും വാതകവും, അതുപോലെ ജലസംരക്ഷണം, ജലമലിനീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജലം എന്ന ടോപ്പിക്കിന്റെ ഫൈനൽ പാർട്ടായിരിക്കും. സോ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സാധാരണ വെള്ളത്തിന്റെ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഡ്യൂട്ടീരിയം എന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അടങ്ങിയിരിക്കുന്ന വെള്ളത്തെയാണ് ഘനജലം എന്ന് പറയുന്നത്. ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ്. ഇനി എന്താണ് ഈ ഐസോട്ടോപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. An isotope is one of two or more species of atoms of a chemical element with the same atomic number and position in the periodic table and nearly identical chemical behavior but with different atomic masses and physical properties. എന്ന് വെച്ചാൽ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ്, പക്ഷെ ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കും. ആറ്റോമിക് നമ്പർ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ഭാരം എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഈ ഐസോട്ടോപ്പിന് ആറ്റോമിക് ഭാരം കൂടുതലായിരിക്കും. സാധാരണ ജലത്തിലും ഘനജലത്തിന്റെ തന്മാത്രകൾ നേരിയ അളവിൽ കാണുന്നു. ന്യൂക്ലിയർ റിയേറ്ററുകളിലൊക്കെ മോഡറേറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഒരു പ്രധാന യൂസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയേറ്ററുകളിൽ ഒരു മോഡറേറ്റർ ആയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകളാണിത്. ഒന്നാമത്തത് പ്രോട്ടിയം, ഇത് പറഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ്. രണ്ടാമത്തതാണ് ഡ്യൂട്ടേറിയം എന്ന് പറഞ്ഞത്, ഇതാണ് നമ്മളെ ഘനജലത്തിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നുള്ളതാണ് ട്രിറ്റിയം, ഇതൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഇത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിന് കൂടെ പറഞ്ഞു പോയപ്പം ഈ ടോപ്പിക്കിൽ റിലേറ്റ് ആയി വന്നപ്പം ജസ്റ്റ് പറഞ്ഞതാണ്. ഗിൽബർട്ട് ന്യൂട്ടൺ ലെവിസ് ആണ് ആദ്യമായിട്ട് ശുദ്ധമായ ഘനജലം വേർതിരിച്ചെടുത്തത്. ഇനി വരുന്നതാണ് കഠിനജലം. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്ന് പറയുന്നു. ഇവിടെ ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങളാണ്. ഈ കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുടെ ലവണങ്ങൾ എന്ന് വെച്ചാൽ സാൾട്സ് അലിഞ്ഞു ചേർന്നതാണ് ഈ ജലത്തിന് കാഠിന്യം നൽകുന്നത്. ജലവും വാതകങ്ങളും എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതിൽ സിമ്പിളായിട്ട് ഇതിന്റെ ഒരു കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധജലങ്ങളിൽ ഓക്സിജൻ കൂടുതലായിരിക്കും. അതുപോലെ പുഴകളിലും കുളങ്ങളിലും ജൈവമാലിന്യങ്ങൾ തള്ളുമ്പോൾ അവ അഴുകുന്നതിനായിട്ട് ബാക്ടീരിയകൾ ജലത്തിലെ ഓക്സിജൻ വൻതോതിൽ ഉപയോഗിക്കുന്നു. ഒന്നുകൂടി ഇതിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് മുതലായ വാതകങ്ങൾ ജലത്തിലും ലയിക്കും. ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ജലജീവികൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ജലം മലിനീകരിക്കപ്പെടുന്നു. പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന ജൈവമാലിന്യങ്ങൾ അഴുകുന്നതിന് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ഉപയോഗിക്കുന്നതിനാൽ ഓക്സിജന്റെ അളവും കുറയുന്നു. ഇത് ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. മനുഷ്യന്റെ വിവിധ പ്രവർത്തനങ്ങൾ മൂലമോ അതുപോലെ പ്രകൃതിദത്ത കാരണങ്ങളാലോ ജലത്തിന്റെ ഗുണനിലവാരം കുറയുകയും അത് ജീവികൾക്കും പരിസ്ഥിതിക്കും ദോഷകരമായി തിരിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. ഈ ജലമലിനീകരണത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ജലജന്യ രോഗങ്ങൾ ധാരാളം വർദ്ധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളൊക്കെ വർദ്ധിക്കും. രണ്ടാമത് പറഞ്ഞാൽ പവിയപ്പുറ്റുകളുടെ നശീകരണം കൂടുതലായിട്ട് വരും. അതുപോലെ ജീവികളുടെ നാശവും കൂടുതലായിട്ട് വരും. ഇത് പ്രധാനമായിട്ട് ഈ ജലമലിനീകരണം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് പോയിന്റഡ് സോഴ്സും മറ്റൊന്ന് നോൺ പോയിന്റഡ് സോഴ്സും. പോയിന്റഡ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാലിന്യം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം. ഉദാഹരണമായിട്ട് ഒരു ഫാക്ടറിയുടെ പൈപ്പ് ഉണ്ട്, അതാണ് ഇപ്പോൾ പുഴയുടെ നേരെ വരുന്നത്, അങ്ങനെ അതിൽ നിന്നാണ് വരുന്നത് മാലിന്യം എന്നുള്ള നമുക്ക് പറയാൻ കഴിയും. രണ്ടാമത്തെ പറഞ്ഞാൽ നോൺ പോയിന്റഡ് സോഴ്സ് ആണ്. ഇത് എവിടുന്നാണ് വരുന്നത് എന്നുള്ള നമുക്കൊരു രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കൃഷിയിടങ്ങളിൽ നിന്ന് വരുന്ന കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, മഴവെള്ളപ്പാച്ചിലുകളിൽ അതൊക്കെ വരുന്ന അങ്ങനത്തെ കുറേ അങ്ങനെ 2 രീതിയിലാണ് ഈ മലിനീകരണം വരുന്നത്. ഈ ജലമലിനീകരണം ഒരു പരിധി വരെ എങ്ങനെയൊക്കെ തടയാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജനങ്ങൾക്കൊരു ജനകീയപരമായ രീതിയിൽ ഒരു ബോധവൽക്കരണം നടക്കുക. രണ്ടാമത് നമ്മളെ നിയമങ്ങളൊക്കെ ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കുക. നല്ല ഫൈൻ ഈടാക്കുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ നല്ല കർശനമായ ആൾക്കാർക്ക് പേടി വരുന്ന രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക. കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം കുറക്കുക. പിന്നെന്താണ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്, മാലിന്യ ജല സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങുക. കൂടാതെ 3R പ്രിൻസിപ്പിൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 3R പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണ്ടെന്ന് വിശ്വസിക്കുന്നു. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ജലം എന്ന ടോപ്പിക്കിലെ ഈ ജലസംരക്ഷണം എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ജലം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമുക്കൊന്ന് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. നമുക്കറിയാം ഭൂമിയിലെ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ പരിമിതമാണ്. അതിനാൽ തന്നെ വരും തലമുറക്കായിട്ട് നമ്മൾ ജലം സംരക്ഷിക്കേണ്ടതുണ്ട്. അത് വളരെ കരുതലോട് കൂടിയിട്ട് ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ്. മഴവെള്ള സംഭരണം, മഴക്കുഴി, തട്ടുകളാക്കി തിരിക്കൽ,
അതുപോലെ ജലം ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കേണ്ട ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഉപയോഗം ഒന്നുകൂടെ എന്ത് ചെയ്യുക, കാര്യക്ഷമമാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ജലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. നമ്മൾ 3 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ് മുതൽ പുതിയൊരു ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ടിൽ ദെൻ ബൈ.